ഇന്ന് രാവിലെ ആയപ്പോൾ ഉണ്ടല്ലോ, കോടതിയിൽ നിന്നൊരു നോട്ടീസ്. ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി. എന്താ സംഭവം നോക്കുമ്പോൾ എൻ്റെ മരിച്ചുപോയി അച്ഛൻ്റെ പേര് വരെ അതിലുണ്ട്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തെ എൻ്റെ അച്ഛൻ്റെ കസിൻ ഒരു കേസ് കൊടുത്തു. ഞങ്ങളുടെ വസ്തു അവരുടെ വസ്തുവാണെന്നും അവർക്ക് അവകാശമുണ്ടെന്നും. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വസ്തു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ വസ്തു എങ്ങനെയാണ് അപ്പൂപ്പൻ്റെ സഹോദരൻ്റെ മോന് സ്വന്തമാകുന്നത്? ഒന്നുകിൽ ഇയാളുടെ അമ്മ എൻ്റെ അപ്പൂപ്പനുമായിട്ട് അവിഹിതം ഉണ്ടായി ഇയാൾ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ വസ്തുവിൽ ഇപ്പോൾ സന്താനങ്ങൾക്ക് അവകാശം വരുമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് അവകാശം വരുന്നത്? പണ്ടത്തെ കാലമാണ്, പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ അപ്പൂപ്പൻ കുറച്ച് ഡീസൻ്റ് ആയിരുന്നത് കൊണ്ട് പിന്നെ അപ്പൂപ്പൻ ഒരു ഭാര്യയാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി ഇയാളെ അമ്മയായിട്ട് വല്ല അവിഹിതം ഉണ്ടായി അതിൽ ജനിച്ചതാണ് ഇയാളെന്ന് പറഞ്ഞു വരുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും അയാൾ കേസ് കൊടുക്കും, വീണ്ടും അയാൾ തോക്കും, വീണ്ടും കേസ് കൊടുക്കും, വീണ്ടും തോക്കും. എന്നിട്ടും അയാൾ ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും കേസ് കൊടുക്കുന്നു. എന്തിന്?